എന്നും നമ്മൾ മുട്ട പുഴുങ്ങിയല്ലേ കഴിക്കാറ്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആക്കി നോക്കിയാലോ. ഇത് കാണുന്ന പോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ദോശയുടെയോ ചപ്പാത്തിയുടെയോ ഒന്നുമല്ല, നമുക്കിത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് മല്ലിയും കുറച്ച് കടലപ്പരിപ്പും പിന്നെ 4-5 വറ്റൽമുളകും അതേ അളവിൽ തോലോടുകൂടി വെളുത്തുള്ളിയും ഒരു പിടി കറിവേപ്പിലയും അതേ അളവിൽ തന്നെ പുതിനയിലയും എടുത്തിട്ടുണ്ട്. പുതിനയില മസ്റ്റായിട്ട് വേണം കേട്ടോ. അത് ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പൊടിയാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് കുറേ തവണ യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നെടുകെ കട്ട് ചെയ്തേക്കുന്ന മുട്ട ഇതിനകത്തോട്ട് വെച്ച് 2 സൈഡും ഒന്ന് മുരിയിച്ചെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ 2 സൈഡും ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയുണ്ടല്ലോ, അത് നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്തും ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചേക്കണം. എന്നിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചും ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് ആ മിക്സ് ഒന്ന് എല്ലായിടും ഒന്ന് ആകുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കിയെടുക്കുക. ഇത് സത്യം പറഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ദോശയൊക്കെ ചുട്ടിട്ട് അതിൻ്റെ കൂടെ കഴിച്ച് നോക്കി. കിഡിലിനായിട്ടുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.